ഇതോട് ചേർത്തൊരു കാര്യം ചോദിച്ചോട്ടെ. അതായത് നേരത്തെ 96 മാത്രമാണ് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 മണ്ഡലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ച LDF-നായിരുന്നു. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 124 മണ്ഡലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി LDF-നെ പിന്തുണച്ചിട്ടുണ്ട്. KP മജീദ് നിയമസഭയിൽ മതരാഷ്ട്രവാദികളാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് നിങ്ങൾ ഹിന്ദുത്വ സമീപനമാണ്, ഹിന്ദുത്വ കക്ഷികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുകയാണ്. അന്ന് LDF-ന്റെ നിലപാട് ഇതായിരുന്നില്ലേ? ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായ നിലപാട് ഒരു ഘട്ടത്തിലും CPIM LDF സ്വീകരിച്ചിട്ടില്ല. അവർ കറകളഞ്ഞ വർഗീയവാദികളാണ് എന്ന നിലപാടാണ് CPIM-നും LDF-നും നേരത്തെയുള്ളത്, ഇപ്പോഴുമുള്ളത്. അവരുടെ നിലപാട് ഇതേവരെ മാറ്റം വന്നിട്ടില്ല. ജമാഅത്തെ ഇസ്ലാം ആ കൂടിക്കാഴ്ച വർഗീയവാദിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവര് ഞങ്ങളെ കാണണം എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. ഒന്ന് സംസാരിക്കാനുണ്ട്, ഞങ്ങൾക്ക് സംസാരിക്കാൻ അവസരം തന്നുകൂടെ? അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് എന്നെ അവർ കണ്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ കണ്ടതിൽ ഒരു തരത്തിലുള്ള ഗുഡ് സർട്ടിഫിക്കറ്റും കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അവരവരുടെ നിലപാട് വ്യക്തമാക്കാൻ നോക്കി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവരുടെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ അവരുടെ കൂടെ സോൾഡാറ്റിയുടെ യുവാക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർ പറഞ്ഞു ഇത് സോൾഡാറ്റിയുടെ നേതാക്കളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവരല്ലേ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധർ, അവരെ മുഖത്ത് നോക്കി പറഞ്ഞതാ. അപ്പോൾ അവർ പെട്ടെന്ന് ഷോക്കായി. ഞാൻ താങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവരെല്ലാം നല്ല കാര്യങ്ങൾ എതിർക്കുകയല്ലേ, നാട്ടിൽ ഏത് നല്ല കാര്യം വരുമ്പോഴും അതിനെതിരായിട്ടല്ലേ നിന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സമീപനം സ്വീകരിക്കുന്നവരല്ലേ സാമൂഹ്യ വിരുദ്ധർ. ആ സാമൂഹ്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണോ പോകേണ്ടത്? ഞങ്ങളൊന്നും പറയേണ്ട കാര്യങ്ങൾ പറയുന്നതിന് മടി കാണിക്കുന്നവരല്ല കേട്ടോ. അന്നുമില്ല ഇന്നുമില്ല. പോട്ടെ, അതൊന്നും നമ്മൾ അധികം പറഞ്ഞു പോകാതിരിക്കലാണ് നല്ലത്. അത് അവിടെ നിർത്താം, മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. നേരത്തെ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പൊക്കെ ഒരു മതേതര കക്ഷിയാണെന്ന നിലപാട് CPIM ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ UDF-ൽ കോൺഗ്രസിന്റെ കാര്യം താങ്കൾ പറഞ്ഞു. പക്ഷെ ലീഗ് ഈ കാര്യത്തിൽ ഒരു കാര്യത്തിന് ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. ലീഗിന്റെ നിലപാട് ഇപ്പോഴും മതേതരത്താണെന്ന് പറയാൻ പറ്റുമോ? ലീഗിന്റെ നിലപാട് ലീഗാണല്ലോ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അതെന്താ നിങ്ങൾ കാണാത്തത്? ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിന്റെ ഭാഗമായി ലീഗിന്റെ പരമോന്നത നേതാക്കളടക്കം ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനല്ലേ പോകുന്നത്. അത് UDF രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. UDF-നെ കേരളത്തിൽ സംരക്ഷിച്ചു നിർത്തുന്നതാരാ? യഥാർത്ഥത്തിൽ ലീഗല്ലേ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗല്ലേ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു പ്രധാന ഉത്തരവാദിത്വമായിട്ട് അവരത് കണ്ടിരിക്കുകയല്ലേ. അതിന്റെ ഭാഗമായിട്ടുള്ള നിലപാടുകളുടെ ഭാഗമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി അടക്കം കൂട്ടുപിടിക്കാൻ തയ്യാറായിട്ടുള്ളത്. എങ്ങനെയെങ്കിലും കുറച്ച് വോട്ട് കിട്ടണം, അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണ്. അതിന്റെ ഭാഗമായി എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.